ഒരു പതിറ്റാണ്ടിന് ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും ഒരേ സ്ക്രീനിൽ, അതും ഒരു കിടിലൻ സ്പൈസ് ത്രില്ലർ. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നായ പാട്രിയറ്റ് എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിക്കുന്നത്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം യഥാർത്ഥത്തിൽ ഏപ്രിൽ 23-നായിരുന്നു റിലീസാകുവാനായിട്ട് ആദ്യം പ്ലാനിട്ടിരുന്നത്. എന്നാൽ കൂടുതൽ മിനുക്കുപണികൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് പാക്കേജായി മെയ് 1-ന്, അതായത് മെയ് ദിനത്തിൽ തന്നെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഈ സിനിമ ഒരു വൻ ഹിറ്റായി, അല്ലെങ്കിൽ ഒരു വൻ വെടിക്കെട്ടായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു സാധാരണ സിനിമയല്ല, മറിച്ച് ഗ്ലോബൽ ലെവലിലായിട്ടുള്ള സ്പൈ ആക്ഷൻ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഇതിന്റെ തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും എല്ലാം മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണന്റെ മേക്കിംഗ് സ്റ്റൈലും അതോടൊപ്പം തന്നെ ആൻഡോ ജോസഫ് ഫിലിംസും കിച്ചാപ്പു ഫിലിംസും ചേർന്ന് ഒരുക്കുന്ന നിർമ്മാണവും അതുപോലെ തന്നെ സുഷിൻ ശ്യാം സംഗീതവും ആയി എത്തുമ്പോൾ ഈ സിനിമ തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇതിലെ കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ, മമ്മൂക്ക ലീഡർ റോളിൽ എത്തുമ്പോൾ കൂടിയെത്തുന്നത് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, ഗ്രേസ് ആന്റണി തുടങ്ങിയ പ്രമുഖ നടീനടന്മാരാണ്. ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ മെഗാ കാമിയോ തന്നെയാണ്. 2013 കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ പടത്തിനുണ്ട്. ഒരു സ്പൈ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ വിദേശത്തും ഇന്ത്യയിലുമായി ധാരാളം ലൊക്കേഷനിലാണ് ഈ പടം ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഒരു ബോളിവുഡ് റേഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഈ മെയ് ദിനത്തിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കാൻ പാട്രിയറ്റ് എത്തുകയാണ്.